ഹായ് ഫ്രണ്ട്സ്, ജിസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സെക്കൻഡ് സെമിസ്റ്ററിലെ ഓപ്ഷണൽ പേപ്പറിലും ജനറൽ പേപ്പറിലുമുള്ള ഒരു വർക്കിനെ കുറിച്ചാണ്. പ്രാക്ടിക്കം എന്ന് പറഞ്ഞൊരു വർക്ക് ഓപ്ഷണൽ പേപ്പറിലും ജനറൽ പേപ്പറിലും ഉണ്ട്. കൂടാതെ ജനറൽ പേപ്പറിൽ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ മറ്റൊരു വർക്ക് കൂടിയുണ്ട്. അപ്പോൾ അതിന് രണ്ടിനെ കുറിച്ചും അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സെമിസ്റ്ററിലാണ് ഈ രണ്ട് വർക്കും ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് പ്രാക്ടിക്കം നോക്കാം. പ്രാക്ടിക്കത്തിന് എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, അവ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. കൂടാതെ ഒരു പ്രാക്ടിക്കത്തിൻ്റെ മോഡൽ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്സിലേക്ക് പോകാം. ആദ്യം എഴുതേണ്ട സ്റ്റെപ്സ് ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ടോപ്പിക് എന്നാണോ അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് രണ്ടാമത് എഴുതേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് പോയിൻ്റായിട്ടോ പാരഗ്രാഫായിട്ടോ എങ്ങനെയാണെങ്കിലും എഴുതാം. നമുക്ക് എങ്ങനെ അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ കഴിയും, അതിനനുസരിച്ച് പാരഗ്രാഫ് എഴുതിയിട്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നവർക്ക് അങ്ങനെ എഴുതാം. പോയിന്റ് വൈസ് എഴുതിയാലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതെങ്കിൽ, കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ടും എഴുതാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സ്റ്റഡി. സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പം നമ്മളൊരു ടോപ്പിക് എടുത്തിട്ടുണ്ട്, അതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് ലേണിംഗ് ഡിസബിലിറ്റി, അത് മാത്രം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രം, അതാണ് മെയിൻ ടോപ്പിക്കെങ്കിലും അതിൻ്റെ പേര് മാത്രം എഴുതി വെച്ചാൽ പോരാ, അതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതണം. സ്റ്റഡി ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള സംഭവം അതിൽ കൊണ്ടുവരണം. ഒരു മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിക്കും. അത് കഴിഞ്ഞ് എഴുതാനുള്ള സ്റ്റെപ്പാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി. ഈ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് മെത്തഡോളജി. മെത്തഡോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് ഈ സ്റ്റഡി ചെയ്യുന്നത്. ഒന്നുകിൽ ക്വസ്റ്റ്യനെയർ ആയിരിക്കാം, അതുപോലെയുള്ള ഏതൊക്കെ മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അടുത്തത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. നമ്മളൊരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം ഫൈൻഡിങ്സ്. നമ്മൾ ഈ അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത സാധനത്തിൽ നിന്ന് നമുക്ക് ഈ സ്റ്റഡിയിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള ഫൈൻഡിങ്സ് എഴുതുക. അത് കഴിഞ്ഞ് കൺക്ലൂഷൻ എഴുതി കുറച്ച് എഴുതിയാൽ മതി. അത് കഴിഞ്ഞ് സജഷൻ. ഈ സ്റ്റഡി കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ, അപ്പം നമ്മൾ ചെയ്തതിൽ നിന്ന് ഇതിലേക്ക് എന്താണ് സജഷൻ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം എഴുതുക. അത് കഴിഞ്ഞ് റെഫറൻസ്, അപ്പൻഡിക്സ്. ഇത്രയുമാണ് സ്റ്റെപ്സ്. ഇനി ഒരു പ്രാക്ടിക്കത്തിൻ്റെ മോഡൽ ഞാൻ കാണിക്കാം. ഓപ്ഷണൽ പേപ്പറിൽ ചെയ്ത ഒരു പ്രാക്ടിക്കമാണ്. ടോപ്പിക് എന്ന് പറയുന്നത് എ സ്റ്റഡി ടു അനലൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫീൽഡ് ട്രിപ്പ് ഇൻ ഇമ്പോർട്ടിംഗ് മാത്തമാറ്റിക്സ് ലേണിംഗ്. മാത്തമാറ്റിക്സ് ലേണിങ്ങിൽ ഫീൽഡ് ട്രിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡിയാണ് പ്രാക്ടിക്കമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് അത് ടോപ്പിക് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇൻഡെക്സ് എഴുതി. ഇൻഡെക്സ് പേജിൽ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം വേണം. മാക്സിമം ഒരു 10 പേജോളം എഴുതിയാൽ മതിയാകും. പിന്നെ ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരവരുടെ ടീച്ചർ എങ്ങനെ പറയുന്നോ അതിനനുസരിച്ച് എഴുതുക. അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ. ഫീൽഡ് ട്രിപ്പ് എന്താണ്, മാത്തമാറ്റിക്സിന് ഫീൽഡ് ട്രിപ്പ് എങ്ങനെ ഇതാക്കും, എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ കൊടുത്തു. അതിനുശേഷം നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എഴുതി. ഈ സ്റ്റഡിയുടെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സ്റ്റഡി എഴുതിയിട്ട് കാണുന്നില്ലേ. ദ കറണ്ട് ടോപ്പിക് ഈസ് എ സ്റ്റഡി ടു അനലൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫീൽഡ് ട്രിപ്പ് ഇൻ ഇമ്പോർട്ടിംഗ് മാത്തമാറ്റിക്സ് ലേണിംഗ്. അത് നമ്മൾ ടോപ്പിക് ആദ്യം ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ കറക്റ്റായി എഴുതിയതുകൊണ്ട് അത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സ്റ്റഡിയിൽ ഡയറക്റ്റായി എടുത്തെഴുതി. അത് കഴിഞ്ഞ് എഴുതിയത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി. ഈ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടു അണ്ടർസ്റ്റാൻഡ്, ടു ഐഡൻറ്റിഫൈ, ടു അനലൈസ്, ടൂസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വേണം ടു ഫൈൻഡ് ഔട്ട്. അങ്ങനെയായിരിക്കണം ഒബ്ജക്റ്റീവ്സ് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് മെത്തഡോളജിയിൽ ക്വസ്റ്റ്യനെയറാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ട് ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്തെന്നുള്ള കാര്യം മെത്തഡോളജിയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷനിൽ ആ ക്വസ്റ്റ്യനെയറും കൊടുത്തിട്ടുണ്ട്. അതിൽ കോളം വരച്ചിട്ട് ക്വസ്റ്റ്യനും എഴുതി. അതിനുശേഷം അപ്പുറത്തെ ഭാഗത്ത് എന്തെഴുതി, പെർസെൻറ്റേജ് ഓഫ് റെസ്പോൺസ്. യെസ് പറഞ്ഞവർ എത്ര പെർസെൻറ്റേജ്,
നോ പറഞ്ഞവർ എത്ര പെർസെൻറ്റേജ്, അത് ടേബിളായി കൊടുത്ത് ഓരോ ക്വസ്റ്റ്യൻ്റെയും പെർസെൻറ്റേജ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഡാറ്റ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഇൻ്റർപ്രറ്റ് ചെയ്തു. അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത്ര പെർസെൻറ്റേജ് സ്റ്റുഡൻസ് അത് പറഞ്ഞു, ഇത്ര പെർസെൻറ്റേജ് സ്റ്റുഡൻസ് നോ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ എഴുതി. അതിനുശേഷം ഫൈൻഡിങ്സ് എഴുതി. കുട്ടികൾക്ക് ഫീൽഡ് ട്രിപ്സ് കൂടുതൽ ഇഷ്ടമാണ്, അപ്പം മാത്തമാറ്റിക്സിനെ കൂടുതലായി സ്വാധീനിക്കും എന്നുള്ള കാര്യം ഈ സ്റ്റഡിയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഫൈൻഡിങ്സ് ആയി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കൺക്ലൂഷൻ എഴുതി. ജസ്റ്റ് ഒരു ഫീൽഡ് ട്രിപ്പ് മാത്തമാറ്റിക്സിൽ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു കൺക്ലൂഷൻ എഴുതി. അത് കഴിഞ്ഞ് സജഷൻ പറഞ്ഞു. എന്തൊക്കെയാണ് സജഷൻ കൊടുത്തത്? സിലബസിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഫീൽഡ് ട്രിപ്പൊക്കെ ഇഷ്ടമായതുകൊണ്ട് സിലബസിൽ അത് കൂടുതലായി ഇൻക്ലൂഡ് ചെയ്യണം, അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെയുള്ള സജഷൻസ് കൊടുത്തു. റെഫറൻസ് എഴുതി. അതിനുശേഷം വെക്കേണ്ടതാണ് അപ്പൻഡിക്സ്. അപ്പൻഡിക്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ വെച്ചിട്ടാണല്ലോ കുട്ടികളിൽ നിന്ന് ആൻസർ ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനെയർ അപ്പൻഡിക്സിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് പ്രാക്ടിക്കത്തിൽ വരുന്നത്. പ്രാക്ടിക്കം ചെയ്യേണ്ട സ്റ്റെപ്സും എങ്ങനെ ചെയ്യണമെന്നുള്ളതും ഒരു മോഡലുമാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി പ്രാക്ടിക്കൽ എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. ഇനി അടുത്തതായി പ്രാക്ടിക്കൽ എന്ന വർക്കിന് ഏതൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് നോക്കാം. പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ ഒന്നും വയ്ക്കേണ്ട, ഡയറക്റ്റായി എയിംസിലേക്ക് പോകാം. എയിംസ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് മെറ്റീരിയൽസ് യൂസ്ഡ്. മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് എന്നുള്ളത് എഴുതുക. അത് കഴിഞ്ഞ് പ്രൊസീജിയർ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നാലാമത്തെ സ്റ്റെപ്പാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനലൈസ് ചെയ്ത് അതിനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇൻഫറൻസ്. ആറാമത്തെ സ്റ്റെപ്പ് ഡിസ്കഷൻ. 7 കൺക്ലൂഷൻ, 8 റെഫറൻസ്. ഇത്രയും സ്റ്റെപ്സ് ആണ് പ്രാക്ടിക്കലിനുള്ളത്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. മോഡൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പേപ്പർ പെൻസിൽ ടെസ്റ്റാണ് നമ്മൾ ചെയ്ത പ്രാക്ടിക്കൽ വർക്ക്. അപ്പം പ്രാക്ടിക്കൽ എഴുതി പേപ്പർ പെൻസിൽ ടെസ്റ്റ് ടോപ്പിക് എഴുതിയതിന് ശേഷം എഴുതിയതാണ് ഇൻഡെക്സ്. നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇൻഡെക്സിൽ 8 സ്റ്റെപ്സും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പേപ്പർ പെൻസിൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം എക്സ്പെരിമെൻ്ററും സബ്ജക്റ്റും ഡേറ്റും എഴുതണം. എപ്പോഴാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തെന്നുള്ള ഡേറ്റും എക്സ്പെരിമെൻ്റർ ആരാന്നുള്ളതും സബ്ജക്റ്റ് ഏതാന്നുള്ളതും വ്യക്തമായി അവിടെ എഴുതിയിരിക്കണം. അത് കഴിഞ്ഞ് എയിംസ്, എന്തൊക്കെയാണ് ഈ പേപ്പർ പെൻസിൽ ടെസ്റ്റിൻ്റെ എയിംസ് എന്നുള്ള കാര്യം അവിടെ പോയിൻ്റായി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മെറ്റീരിയൽസ് യൂസ്ഡ്, ഏതൊക്കെ മെറ്റീരിയലാണ് ഞാൻ ഈ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്, അത് ആ മെറ്റീരിയൽസ് യൂസ്ഡിൽ നിർബന്ധമായും എഴുതിയിരിക്കണം. ഇവിടെ ഒരു ഇൻവെൻറ്ററി സ്റ്റുഡൻറ്റ് ഫോമാണ് പേപ്പർ പെൻസിൽ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്തത്, അതവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീജിയർ എഴുതി, എങ്ങനെ ഈ പേപ്പർ പെൻസിൽ ടെസ്റ്റ് ചെയ്യാം എന്നുള്ള പ്രൊസീജിയർ എഴുതി. ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പേപ്പർ പെൻസിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ മെറ്റീരിയൽ യൂസ്ഡിൽ നമ്മൾ എഴുതി, ഇൻവെൻറ്ററി ഫോം എഴുതിയിട്ടുണ്ട്. ആ ഇൻവെൻറ്ററി ഫോം വച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 42ഓളം ക്വസ്റ്റ്യൻസ്, അതിൽ യെസ് നോ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് കുട്ടികൾ വായിക്കുന്നതിന് മുന്നേ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ആ പേപ്പറിൽ ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ടാവണം. അവർക്ക് നെയിമും ഏജും ക്ലാസ്സും ഒക്കെ എഴുതാനുള്ള കോളം കൂടെ വിട്ടിട്ടുണ്ടാവണം. അതിനുശേഷം അവർ ആൻസർ ഫില്ല് ചെയ്ത് തരും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സ്കോർ ഉണ്ട്. 1 to 9 എടുത്താൽ വെരി ലോ അഡ്ജസ്റ്റ്മെൻറ്റ്, 10 to 17 പൂവർ അഡ്ജസ്റ്റ്മെൻറ്റ്, 18 to 25 ആവറേജ് അഡ്ജസ്റ്റ്മെൻറ്റ്, 26 to 33 ഹൈ അഡ്ജസ്റ്റ്മെൻറ്റ്, 34 to 42 വെരി ഹൈ അഡ്ജസ്റ്റ്മെൻറ്റ്. ആ സ്കോർ ബോർഡിൽ നിന്നാണ് ഇൻഫറൻസ് എഴുതേണ്ടത്. എനിക്ക് കിട്ടിയ സ്കോർ എത്രയാണ്, അപ്പം ഞാൻ അതിൽ ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ള കാര്യമാണ് ഇൻഫറൻസിൽ എഴുതേണ്ടത്. എന്താണ് നിങ്ങൾ ഈ സ്റ്റഡിയുടെ ഈ പേപ്പർ പെൻസിൽ ടെസ്റ്റിൽ നിന്നുള്ള അനുമാനം. അപ്പം എനിക്ക് 26 കിട്ടി, അതുകൊണ്ട് 26 ഏത് ലെവലിൽ വരും എന്നുള്ള കാര്യമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇൻഫറൻസ് എഴുതിയതിന് ശേഷം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്കോർ ലഭിച്ച ഹൈ 26 ലഭിച്ചതുകൊണ്ട് ഹൈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഹൈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ആ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്ത് ഡിസ്കഷനിൽ എഴുതിയതിന് ശേഷം കൺക്ലൂഷൻ എഴുതി, പേപ്പർ പെൻസിൽ ടെസ്റ്റിൻ്റെ കൺക്ലൂഷൻ എഴുതി. അതിനുശേഷം റെഫറൻസ് വെച്ചു. ഇത്രയുമാണ് പ്രാക്ടിക്കൽ വർക്കിൽ എഴുതാനുള്ള സ്റ്റെപ്സ്.
പ്രാക്ടിക്കം, പ്രാക്ടിക്കൽ എന്നീ രണ്ട് വർക്കിൻ്റെയും സ്റ്റെപ്സും എങ്ങനെ എഴുതണം അതിൻ്റെ ഒരു മോഡലും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. രണ്ട് വർക്കിനും 5-5 മാർക്കാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്